ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചിന്നിച്ചിതറുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 11 അധ്യായം 24 വാക്യം. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ. ഒരിക്കലൊരു പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളുടെ സഭയുടെ നിർമ്മാണ ഫണ്ടിലേക്ക് എൻ്റെ വിശ്വാസികളിൽ നിന്ന് പണം ശേഖരിക്കാൻ എനിക്ക് വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നു എന്ന്. അവയിൽ പലതും ഞെരുക്കുമ്പോൾ മാത്രം വെള്ളം പുറത്തുവിടുന്ന സ്പോഞ്ച് പോലെയാണെന്ന് അദ്ദേഹം ലഘുവായ ഒരു പരാമർശം നടത്തി. മറ്റു ചിലർ പാറ പോലെയായിരുന്നു. അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ നീ അവരെ മോശയുടെ വടികൊണ്ട് അടിക്കേണ്ടി വരും. നിർബന്ധത്തിന് വഴങ്ങി കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും തീരെ പ്രയോജനമോ അനുഗ്രഹമോ ഇല്ല. ജ്ഞാനിയായ പഴയ ഇന്ത്യൻ രാഷ്ട്രീയക്കാരനായ രാജാജി ഒരിക്കൽ പറഞ്ഞു, പൂക്കൾ തേനീച്ചകൾക്ക് സന്തോഷത്തോടെ തേൻ നൽകുന്നു, അവ പരാഗണത്തിനും ഉപയോഗിക്കുന്നു. തേനീച്ചകൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും സന്തോഷത്തോടെ തേൻ നൽകുന്നു, ബാക്കിയുള്ളവ നമുക്ക് വേണ്ടി കരുതി വെക്കുന്നു. അതുപോലെ നമ്മളും സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കണം. തിരുവെഴുത്തുകൾ പറയുന്നു, ചിതറിക്കുന്നവനുണ്ട് എന്നാൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്ന്. ഗണിതശാസ്ത്രം അനുസരിച്ച് 5നെയും 2നെയും കൂട്ടി 7 വരെ വരണം. എന്നാൽ ആത്മീയ അർത്ഥത്തിൽ നിങ്ങൾ 5ഉം 2ഉം നൽകിയാൽ അത് 5000 വർദ്ധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു തനിക്ക് നൽകിയ വെറും 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകിയില്ലേ? നാം ഉദാരമായി ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് വർദ്ധിക്കുകയും പെരുകുകയും ചെയ്യുന്നു. അവസാനം ബാക്കിയുള്ളവ 12 കുട്ടകളായി ശേഖരിക്കാനും ഞങ്ങൾക്ക് കഴിയും. മറ്റുള്ളവർക്ക് ഉദാരമായി നൽകുന്ന ഒരു മനുഷ്യനെ കുറിച്ചുള്ള രസകരമായ ഒരു കഥയുണ്ട്. അസുഖം മൂർച്ഛിച്ചപ്പോൾ ഡോക്ടറുടെ അടുക്കിലേക്ക് പോയി. ആ രോഗിക്ക് 5 ലക്ഷത്തിന് ലോട്ടറി അടിച്ച വാർത്തയാണ് അന്ന് ആശുപത്രിയിലെ ജീവനക്കാർക്ക് ലഭിച്ചത്. രോഗിയുടെ ഹൃദയം ദുർബലമായതിനാൽ ഉടൻ വാർത്ത നൽകരുതെന്ന് ഡോക്ടർ തന്റെ ജീവനക്കാരനെ ഉപദേശിച്ചു. അവൻ അത് സൗഖ്യമായ രോഗിയെ അറിയിക്കാമെന്നും. അപ്പോൾ ഡോക്ടർ രോഗിയെ നോക്കി ചോദിച്ചു, സാർ, നിങ്ങൾക്ക് ലോട്ടറിയിൽ 1000 രൂപ കിട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യും? രോഗി പറഞ്ഞു, ഞാൻ 10 പാവങ്ങൾക്ക് ഭക്ഷണം നൽകാം, ബാക്കി പണം എൻ്റെ മക്കൾക്ക് വിതരണം ചെയ്യും. അപ്പോൾ ഡോക്ടർ അവനോട് ചോദിച്ചു, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന് കരുതുക, നിങ്ങൾ എന്തു ചെയ്യും? രോഗി പറഞ്ഞു, ഞാൻ 3 ലക്ഷം തരാം. ഇത് കേട്ട് ഡോക്ടർ ആകെ ഞെട്ടി. ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. പലർക്കും കർത്താവ് സമ്പത്ത് നൽകാത്തതിന്റെ കാരണം അവർ ദൈവത്തിന്റെ വിശ്വാസത്തിന് യോഗ്യരല്ലാത്തത് കൊണ്ടാണ്. സമ്പത്ത് ലഭിക്കുമ്പോൾ അവർ ഇടറി വീഴുന്നു. അവരിൽ ചിലർ പാപഭോഗങ്ങളിലേക്ക് കുതിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനായി ഉത്സാഹത്തോടെ കൊടുക്കുമ്പോൾ അവൻ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സദൃശ്യവാക്യങ്ങൾ 28 അധ്യായം 27 വാക്യം. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിൽ ഉണ്ടാകുകയില്ല, കണ്ണടച്ച് കളയുന്നവനോ ഏറിയൊരു ശാപമുണ്ടാകും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 46, 47, 48 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവർത്തികൾ 28 അധ്യായം. ആമേൻ.